വീഡിയോ കാണില്ല. റെഡിയായ ഗ്രൂപ്പിൽ ഇന്ന് വന്നിട്ടുള്ള മുഴുവൻ ഈ ബയോട്ടോറിയം പ്രവർത്തകരെയും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് അനുഭവം പങ്കുവെക്കൽ അതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാൻ. തന്ത്രമാഷ് കുറച്ച് വിസ്തരിച്ച് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാനിത് രണ്ടാം തവണയാണ് എൻ്റെ ഈ അനുഭവം പങ്കുവെക്കുന്നത്. അത് പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിത്യേന ഇങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാഹം പോലെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രവാഹം. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ബിസിനസ് ചെയ്ത് പണം സ്വരൂപിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഈ മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, രോഗം വന്ന് വലഞ്ഞ് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉപാധി എന്നുള്ള നിലക്ക് അത് ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി, പുതിയ ജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ തന്ത്രമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനം പോലെ ഇത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആ താല്പര്യത്തോടു കൂടി പിന്നെ വന്നിട്ട ആളുകൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഒരു മഹാജനപ്രവാഹം പോലെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിലേക്ക്, ആ ഒഴുക്കിന്റെ അതിപ്രവാഹത്തിലേക്ക് സാവധാനം ചെറിയ ചെറിയ നീർത്തുള്ളികളായിട്ട് കൂടിച്ചേർന്ന നമ്മളും അതിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നീർത്തുള്ളികളും ചേർന്ന് വലിയൊരു പ്രവാഹമായി മാറുകയാണ്. അത് മഹാപ്രവാഹമായി മാറുവാനുള്ള സാധ്യതയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ആ പഴയ റിസൾട്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പുതിയ ആളുകൾക്ക് വേണ്ടി കേട്ട് പഴകിയ ആളുകൾക്ക് അതൊരു കേൾവി ആയി പരിഗണിച്ചിട്ട് അവര് എന്നിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ആവർത്തന വിരസത ഇല്ലാതെ കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഒന്നുകൂടി അത് പറയുകയാണ്. തുടക്കത്തിൽ തന്ത്രമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ തോതിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങളെയും വൈശിഷ്ട്യങ്ങളെയും ഒക്കെ രണ്ടിനെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഒരു മനുഷ്യനും പൂർണ്ണനല്ല. അതുപോലെ തന്നെ എനിക്കും സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. അത് കുറെയൊക്കെ ഞാൻ തിരിച്ചറിയുകയും പലതും തിരിച്ചറിയാതെ പോവുകയും ചെയ്തിട്ടാണ് ഇന്ന് വരെയുള്ള ജീവിതം ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറഞ്ഞാല് ഞാൻ ആ പറഞ്ഞതുപോലെയൊന്നും ഒരു വലിയ അവഗാഹമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എന്നാൽ അറിയാനുള്ള ത്വര എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. ചാരിറ്റി എന്ന് പറയുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ 13 വയസ്സ് മുതൽ ചെറിയ രൂപത്തിലുള്ള അന്നത്തെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. കലാപ്രവർത്തനം, സാഹിത്യ അതുപോലുള്ള രംഗങ്ങളിലുള്ള പങ്കാളിത്തം, സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം, വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഇങ്ങനെയുള്ള സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിവിധ പ്രവർത്തന പ്രക്രിയകളിൽ ഞാനൊരു 13 വയസ്സ് മുതൽ, ഏകദേശം ഒരു 13 വയസ്സ് മുതൽ തന്നെ ഏർപ്പെട്ടിരുന്നു. പിന്നീട് അത് സജീവമാവുകയും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുകയും ഒക്കെ ചെയ്തിട്ടു. സംഗീതം എന്നുള്ളത് എൻ്റെ ഒരു ജന്മപരമായിട്ടുള്ള അല്ലെങ്കിൽ സർഗപരമായിട്ടുള്ള ഒരു കഴിവായിരുന്നു. വളരെ ചെറിയ രൂപത്തിൽ ഒരു മൂളിപ്പാട്ട് പാടുന്ന ഒരാളെന്നുള്ള നിലക്ക് അതിനോടുള്ള സംഗീതത്തോടുള്ള താല്പര്യവും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അതിൽ ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു.
അതിനു പുറമെ നൃത്തം, ചിത്രരചന, അഭിനയം എന്നിങ്ങനെയുള്ള മേഖലകളിലും ചെറിയ രൂപത്തിലൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈയിടക്കാണ് ഏകദേശം ഒരു പക്വതയിലെത്തുന്ന നമ്മുടെ 18 വയസ്സൊക്കെ ആകുന്ന കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്. അതിൽ നല്ലൊരു ശതമാനം ജീവിതത്തിന്റെ ഇതുവരെയുള്ള കാലത്തെ നല്ലൊരു ശതമാനം യൗവനം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. അപ്പോൾ വിമർശനം എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ വിമർശനത്തിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ വിമർശനം ഉൾക്കൊള്ളാനും വിമർശനങ്ങൾക്ക് യുക്തമായ മറുപടി തരാനും താല്പര്യമുള്ള ആളുകളുമായുള്ള ചങ്ങാത്തം, നല്ല രൂപത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തത്തോടുള്ള അതിനു വേണ്ടിയുള്ള താല്പര്യം, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താല്പര്യത്തിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് പറഞ്ഞാൽ എന്നെ നയിച്ചത് അറിയാനുള്ള ആഗ്രഹമായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഇന്നത്തെ ഒരു സിസ്റ്റത്തിന് അനുസരിച്ചുള്ള സമ്പ്രദായം അനുസരിച്ച് പഠിക്കാനും മനഃപ്പാഠമാക്കാനും അത് മത്സര പരീക്ഷകളിൽ ആ കഴിവ് പുറത്തെടുത്ത് പ്രകടിപ്പിക്കാനും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഒരു കഴിവൊന്നും എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലം എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ നിന്നും കേൾക്കുന്നത് അതേപോലെ തന്നെ കേട്ട് വന്ന് പിന്നെ വീട്ടിൽ വന്ന് പുസ്തകമൊക്കെ അവിടെ വെച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി വീണ്ടും സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം മാത്രമേ ശീലമുണ്ടായിരുന്നു. എങ്കിലും ഒരു ഹൈ ക്വാളിഫിക്കേഷൻ ഒന്നും സർട്ടിഫൈ ചെയ്ത രൂപത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. ഒരു പ്രീ ഡിഗ്രിക്കാരൻ എന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ അറിയപ്പെട്ടത്. അതും പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. ഇതാണ് എൻ്റെ ഒരു ജീവചരിത്രം ഇതുവരെ ഉള്ളത്. ചുരുക്കി പറഞ്ഞതാണ്. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് സാവധാനം എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടതുകൂടി വൻ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായി. എൻ്റെ ശബ്ദത്തിന് വോക്കൽ കോഡിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഒരു പാരമ്പര്യ ദോഷം കൂടിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ആ തരത്തിലുള്ള ഒരു ചെറിയ പോരായ്മ മുമ്പേ ഉണ്ടായിരുന്നു. അമ്മയുടെ അവസാന കാലത്ത് ശബ്ദം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അമ്മയുടെ അവസാന കാലം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ ശബ്ദത്തിന്റെ സൗകുമാര്യത വളരെ കുറഞ്ഞു പോവുകയും പിന്നീട് എനിക്ക് പാടാൻ കഴിയാതെ വരികയും പാട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയും മറ്റുള്ള ആളുകളെ കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. നിരവധി ആളുകളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തനം ധാരാളം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ കേരളത്തിൽ നിന്നും ചിലപ്പോൾ ഈ മീറ്റിംഗ് കേൾക്കുന്നതിൽ ആരെങ്കിലും എൻ്റെ ആ പൂർവ്വ ചങ്ങാത്തത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ കേരളത്തിൽ നിന്നുള്ള ഒരു 14 പേരെ തെരഞ്ഞെടുത്തിട്ട് ആണ് സർക്കാർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വോളണ്ടറി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അയച്ചിട്ടുള്ളത്. അതിന്റെ ഒരു 20ഓ 22ഓ വയസ്സുള്ള സമയത്തായിരിക്കും എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ സംഗീതം പാട്ട് പിന്നെ മനസ്സിലുള്ള അല്ലെങ്കിൽ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ആ കഴിവിനെ, സർഗപരമായിട്ടുള്ള ആ കഴിവിനെ പിന്നെ ഉപാസിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അതിനെ പ്രകടിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതോടുകൂടി ഞാൻ അല്പം നിരാശനായി. എങ്കിലും എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും പിന്നെ ഒക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. യാതൊരു തളർച്ചയോ പിന്നെ പതർച്ചയോ നിരാശയോ എനിക്ക് ഉണ്ടായിരുന്നില്ല. നിരാശ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തുലോം കുറവാണ് എന്ന് തന്നെ പറയും. എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ ഞാൻ അല്ലാതെ നിരാശപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ നിരാശ ബാധിച്ച ഒരു പിന്നെ നിരാശാഭരിതനായിട്ടുള്ള ഒരു യുവത്വമായിരുന്നില്ല എൻ്റെ. എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ ഞാൻ പതറിപ്പോയിട്ടുണ്ട് ഉള്ളത് തുറന്നു പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ സ്വദേശത്ത് നിന്നും അല്പം മാറി നിൽക്കേണ്ട ഒരാവശ്യം വരികയാണ്. സ്ഥിരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ഈ
മരപ്പണിയുമായി ബന്ധപ്പെട്ട, അതായത് നമ്മുടെ നാട്ടില് ആശാരിപ്പണി എന്ന് പറയുന്ന, ഞാനൊരു പാരമ്പര്യ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. വിശ്വകർമ്മ വിഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സവർണ ആറ്റിറ്റ്യൂഡുള്ള ഒരു സമ്പ്രദായമായിരുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടിനോട് തൊട്ട് എൻ്റെ ഒരു ബന്ധു പിന്നെ വീട്ടില് വിശ്വകർമ്മ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ അതിന്റെ സജീവ സഹകാരിയായിരുന്നു. അവിടെയുള്ള പൂജാരി എന്നെ പലതിനും നിർബന്ധിക്കുകയും ഒരു അനുസരണശീലമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട്, വിശ്വാസം ഇല്ലെങ്കിൽ പോലും അംഗീകരിച്ചുകൊണ്ട് അവരോട് സഹകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ക്ഷേത്രോത്സവങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ആണെങ്കിൽ പോലും ക്ഷേത്രോത്സവങ്ങളിലൊക്കെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവരോട് സഹകരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഏത് വിശ്വാസത്തെയും നമ്മുടെ വിശ്വാസം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിലാണ് അത് പാഴായിപ്പോകുന്ന ഒരു അവസ്ഥ. നമ്മുടെ വിശ്വാസം നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തോട് നല്ലതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു ജീവിതവുമായി ഇഴചേർന്ന് നിന്നുകൊണ്ട് പോകുന്നതാണ് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിരീശ്വരവാദി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകളെയും നിരീശ്വരവാദികളാക്കി കളയാം എന്നുള്ള പാഠ്യമൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള ഒരു കാലം ഒരിക്കലുണ്ടാകും. മനുഷ്യനുള്ള കാലത്തോളം ഭക്തി, ദൈവവിശ്വാസം എന്നുള്ളത് ഒന്ന് ഉണ്ടാകും. മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് ഇത് എന്നുള്ള ഒരു വിശ്വാസം അത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ കണ്ടന്റിലേക്ക് വരികയാണ്. അങ്ങനെ ശബ്ദം നഷ്ടപ്പെട്ട ഞാൻ അല്പം നിരാശ ബാധിച്ച ഒരാളായി മാറി. അങ്ങനെ നാട് മാറി മറ്റൊരു സ്ഥലത്തേക്ക്, വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ ഈ ആരോഗ്യ പ്രശ്നം വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയിരുന്നു. അങ്ങനെ എനിക്ക് ഒരു കുടുംബമായി. ഒരു മകളാണ്, 10 വയസ്സുള്ള നിളയെ പലരും കണ്ടിട്ടുണ്ടാവും. മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളുമാണ്. ഇപ്പം 3 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് എനിക്ക്. അങ്ങനെ എനിക്ക് പിന്നീട് ശബ്ദത്തിന്റെ പ്രയാസത്തെ കുറിച്ച് ഡോക്ടർമാരെ കണ്ടതിന് ശേഷം നിരവധി പ്രാവശ്യം പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചതിന് ശേഷം ഒരു ഡോക്ടർ അഭിപ്രായപ്പെടുകയാണ്, താങ്കൾക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, വളരെ പഴകിപ്പോയിരിക്കുന്നു, തിരിച്ചറിയാൻ വൈകി എന്നും. തൈറോയിഡിനുള്ള ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 3 വർഷം തൈറോയിഡിനുള്ള, അതായത് ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും അല്ലെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു നിസ്സാരനല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഗുളിക ചികിത്സ ഒരു 2-3 വർഷം കുടിക്കുമ്പോഴേക്കും എനിക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം കൂടി വന്നു. പിന്നീട് കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്തോറും പ്രഷർ വല്ലാതെ ഹൈ ആയി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിരന്തരം ഞാൻ ഒരു കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കുകയും വളരെ കൃത്യമായിട്ട് ചികിത്സകൾ പിന്തുടരുകയും ഗുളിക അതുപോലുള്ള മരുന്നുകൾ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അസുഖം ഗുളിക കുടിക്കും തോറും വർദ്ധിച്ചു വരുന്നതും പുതിയ പുതിയ അസുഖങ്ങൾ വരുന്നതും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് ഒരു ഡോക്ടർമാരെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ പറയാണ്, തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സാധാരണമാണ്. ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് അതിന്റെ കൂടപ്പിറപ്പ് എന്നുള്ള രൂപത്തിൽ, ഒരു സന്തത സഹചാരി എന്ന രൂപത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ. തൈറോയിഡിന്റെ പ്രോബ്ലം മാറുന്നതിനോട് കൂടി അതോടൊപ്പം വന്നിട്ടുള്ള മറ്റ് അസുഖങ്ങളും മാറും, അതാണ് അതിന്റെ ഒരു രീതി എന്നൊക്കെ പറയും. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഡോക്ടർമാരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്തിടത്തോളം നമുക്ക് രോഗശമനത്തിന് പ്രയാസം നേരിടും. അങ്ങനെ 6ാമത്തെ വർഷമായി. 6ാമത്തെ വർഷമാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും ചില ശാരീരിക പ്രയാസങ്ങൾ നേരിടുകയാണ്, അനുഭവപ്പെടുക. അതും ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ടെസ്റ്റിനും കൂടി ആവശ്യം. എല്ലാ ഈ 2 മാസം കൂടുമ്പോഴും കൃത്യമായി, വളരെ കൃത്യമായിട്ട് തൈറോയിഡിന്റെ TSH ടെസ്റ്റും കൊളസ്ട്രോളും ക്രിയാറ്റിനും കൊളസ്ട്രോളും പ്രഷറും ടെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഈ പുതിയൊരു ടെസ്റ്റ് കൂടി ചെയ്യുകയാണ്, ക്രിയാറ്റിന്.
ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ റിസൾട്ട് 2.48. അതൊരു വലിയ അപകടാവസ്ഥയിലുള്ള ഒരു റേറ്റ് ഒന്നല്ല. അപ്പോ ഡോക്ടർ പറയാണ് താങ്കളുടെ കിഡ്നിക്ക് ചെറിയൊരു ഒരു ചെറിയ എന്താണ് ക്രിയാറ്റിൻ ഈ അളവില് സൂചിപ്പിക്കുന്നത് എന്നുള്ള എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത്. താങ്കളുടെ കിഡ്നിക്ക് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെനിക്ക് വല്ലാത്തൊരു പിന്നെ ഒരു നടുക്കമാണ് ഉണ്ടാക്കിയത്. എന്താന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി രോഗിയെ കൊണ്ട് അയാളുടെ കിഡ്നി രോഗം തിരിച്ചറിഞ്ഞ അന്ന് മുതൽ അയാളുടെ മരണകാലം വരെ അയാളെ ശുശ്രൂഷിച്ചത് ഞാനാണ്. എന്റെ വളണ്ടറി പ്രവർത്തനം, അതായത് എന്റെ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് എന്റെ ഒരു ബന്ധു കൂടിയാണ്. നാട്ടുകാരുടെ ചെലവിലാണ് അയാളെ ചികിത്സിക്കുന്നത്. പക്ഷെ അയാളെ കംപ്ലീറ്റ്, അതായത് ഈ പറഞ്ഞ കാലഘട്ടം മുഴുവൻ, കാലയളവ് മുഴുവൻ അയാളെ കൊണ്ടു നടന്ന് പിന്നെ പരിപാലിച്ചത് ഞാനായിരുന്നു. അപ്പൊ ഈ കിഡ്നി പേഷ്യന്റിന് ഉണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മാനസികമായിട്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും കുടുംബപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ശരിക്കും കണ്ടറിഞ്ഞ ഒരാളാണ്. അപ്പൊ എന്റെ കിഡ്നിക്ക് ചെറുതായിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അത് നേരിടുന്നുണ്ട്, ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഞടുങ്ങി. ഞാൻ ഈ ആശങ്ക ഡോക്ടറുമായി പങ്കുവച്ചു. ഡോക്ടർ എന്നെ സമാശ്വസിപ്പിച്ചു, പേടിക്കാനില്ല, നമുക്ക് ശരിയാക്കാം. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ള രസകരമായിട്ടുള്ള മറുപടി എനിക്ക് കിട്ടുന്നത്. എന്നെ ചികിത്സിക്കുന്നത് അന്ന് 6 വർഷത്തിനിടയ്ക്ക് എന്നെ ചികിത്സിക്കുന്ന 3ാമത്തെ ഡോക്ടറാണ് ഗവൺമെന്റ് ആശുപത്രിയിലുള്ള ഈ വനിതാ ഡോക്ടർ. അവർക്ക് ഒരു ഏകദേശം ഒരു 40ഓളം വയസ്സേ ഉണ്ടാവും. എന്റെ 3ാമത്തെ ഡോക്ടറാണ്. 2 വർഷമായി ഈ ഡോക്ടർ തന്നെയാണ് എന്നെ പരിശോധിക്കുന്നത്, ചികിത്സ വിധിക്കുന്നത്. അപ്പം എന്റെ ചോദ്യങ്ങൾക്ക് ഈ ഡോക്ടർ മറുപടി പറയാണ്, താങ്കളെ പോലുള്ള ഒരാളോട് ഞാൻ പിന്നെ പറയണോ? 5-6 വർഷമായില്ലേ താങ്കൾ ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഈ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം താങ്കളുടെ കിഡ്നിക്ക് ബാധിക്കാൻ ഇടയായത് എന്ന് പറയാണ്. ആയിരിക്കാൻ എന്ന് പറയാൻ കാരണം അവര് എന്റെ ജീവിത ചര്യകളും ശീലങ്ങളും ഒക്കെ ഞാൻ മുമ്പ് തന്നെ അവരോട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനമില്ല, പുകവലിയില്ല, മൈദ പോലുള്ള വെളുത്ത പിന്നെ ചോറ് ഒഴിച്ചാല് വെളുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറില്ല. പിന്നെ അല്പം മോശമല്ലാത്ത രൂപത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. ഏകദേശം ഒരു 6-7 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ദുശീലങ്ങൾ എന്ന് നമ്മൾ വേറിട്ട് വിളിക്കുന്ന ദുശീലങ്ങളും ഒന്നും പിന്തുടരാത്ത ഒരാളായിരുന്നു. എന്നിട്ട് പോലും എന്റെ ഈ സാധാരണ ഇന്ന് കാണുന്ന എൽട്ടൺ എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ആ ശരീരത്തിൽ കൊളസ്ട്രോള്, പ്രഷർ എന്നൊക്കെ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഡോക്ടറെ? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയല്ലാലോ ഒരാളുടെ ശരീരത്തെ പിന്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും വിലയിരുത്തുന്നതും ഒക്കെ അങ്ങനെയല്ലാലോ എന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പറയാണ്, എങ്കിൽ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒരു അസുഖമേ ഉണ്ടായിരുന്നുള്ളൂ, തൈറോയിഡിന്റെ പ്രോബ്ലം. തൈറോയിഡിന്റെ പ്രോബ്ലം അന്ന് 25 mg ഗുളികയാണ്. ആദ്യം 10 തുടങ്ങി, പിന്നീട് പെട്ടെന്ന് തന്നെ 25ലേക്ക് പോയി. 25 mg ഗുളികയാണ് കുറച്ചു കാലം കഴിച്ചത്. ഇപ്പോഴത് 150 mg എത്തിയിരിക്കുന്നു. അപ്പൊ ഡോക്ടർ പറയാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 100 mg നിന്ന് 150 mg ഉയർത്തിയതാണ്. കാരണം താങ്കളുടെ TSH അളവ് 68 നിൽക്കുന്നത്. അതും ഒരു വലിയ അപകടാവസ്ഥയല്ലെങ്കിൽ പോലും 5-6 വർഷമായിട്ട് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളുടെ തൈറോയിഡിന്റെ പ്രോബ്ലം ഗുളിക കുടിക്കും തോറും, ചികിത്സ ചെയ്യും തോറും മാറുന്നതല്ല, കുറയുന്നതല്ല, കൂടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ തൈറോയിഡിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ശരീരത്തിൽ തൈറോക്സിൻ എന്നുള്ള ഒരു എൻസൈം ആവശ്യമുണ്ട്. അപ്പോ അത് കൃത്യമായിട്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഘടകങ്ങളും ഒരു കൃത്യമായ അളവിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. അത് താങ്കളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം പൂർണ്ണമായിട്ടും നിലച്ച മട്ടാണുള്ളത്.
അത് ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിൽ, അത് തടിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അത് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയും. ഇതുപോലുള്ള അവസ്ഥയിലാണെങ്കിൽ കാലാകാലവും ഗുളിക കുടിക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. എങ്കിൽ ഞാനും കാലാകാലം ഗുളിക കുടിക്കണോ? താങ്കളും കാലാകാലം ഗുളിക കുടിക്കുക തന്നെ വേണം. തൈറോക്സിന്റെ ഉൽപാദനം തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും നിലച്ച ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തൈറോക്സിൻ കണ്ടന്റ് ഉള്ള ഗുളിക രാവിലെ ഒരു ചെറിയൊരു ഗുളിക കഴിക്കുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ഒരു ദിവസം ഒരെണ്ണം, അതുകൊണ്ട് അതേ വഴിയുള്ളൂ എന്ന് പറയും. 6 വർഷം ഈ ഗുളിക കുടിച്ചത് കൊണ്ട് തന്നെയാണ് എന്റെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായത് എന്നുകൂടി പറയുന്നത് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ അലോപ്പതി ചികിത്സ ഇനി പിന്തുടരുന്നത് വിഡ്ഢിത്തമാണ് എന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഡോക്ടറോട് അത് തുറന്നു പറയുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ അവസരത്തില് പിന്നെ എനിക്ക് വേറൊരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. എന്റെ വലത് കൈ അങ്ങോട്ട് ശേഷി കുറഞ്ഞുപോയി. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടില് ഇരുന്നു പോയൊരവസ്ഥ. ജോലി ചെയ്തും ചെയ്യാതെയും ചെയ്യുന്നതും ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായി. ഇതുപോലും ഒരു ന്യൂറോ സർജന്റെ നിരീക്ഷണ പ്രകാരം ചിലപ്പോൾ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം എന്നൊക്കെ പറയുന്നു. അതിന് കൃത്യമായ ചികിത്സയൊന്നുമില്ല. 2 ഞരമ്പുകൾ അലിഞ്ഞു പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ചന്ദ്രൻ മാഷിന്റെ രംഗപ്രവേശനം. ഇന്ന് ഞാനും ചന്ദ്രൻ മാഷും തന്നെ ഒരു കോമ്പിനേഷൻ പോലെ ഒത്തു വന്നത് യാദൃശ്ചികമായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡിബേറ്റ് പോലെ ആയിത്തീരും എന്ന് എനിക്ക് തോന്നുകയാണ്. ചിലപ്പോൾ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ കടുത്ത വിമർശകനൊക്കെയാണ്. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിമർശനം പരിധിയൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് അജ്ഞതയുണ്ടെങ്കിൽ എല്ലാവരും എന്റെ ഭാഗത്തു നിന്നും അഹങ്കാരപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ചന്ദ്രമാഷ് അതിനു മുമ്പേ തന്നെ ഞാൻ ചികിത്സ തുടരുന്ന ഘട്ടത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സംഘടനാപരമായി ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയൊക്കെ ചെയ്ത ആളുകളായിരുന്നു. പിൽക്കാലത്ത് ഞങ്ങളൊരു ചന്ദ്രമാഷ് വിദേശത്തേക്ക് പോയതിനോടുകൂടി ഞങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ പിന്നീട് ഞങ്ങൾ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് യാദൃശ്ചികമായിട്ട് ഫോണിലൂടെ പരിചയപ്പെടുക. വീണ്ടും ബന്ധപ്പെടുകയാണ്. ഞാനാണ് ചന്ദ്രമാഷാണ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള വിളി. ആ ശബ്ദം വീണ്ടും കേൾക്കുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ അവസരത്തില് സ്വാഭാവികമായി ഞാൻ എന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ പങ്കുവെക്കാത്തതാണ്. കൂടുതൽ ചോദിക്കുന്ന ആളുകളോട് ഞാൻ ഒക്കെ തുറന്നു പറയും. എനിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പോ എങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തും. അങ്ങനെ കണ്ടമാനം എല്ലാ ആളുകളോടും അങ്ങനെ വിസ്തരിക്കുന്ന ഒരാളും അല്ല. പക്ഷെ ഇതുപോലുള്ള ഹൃദ്യമായ അടുപ്പമുള്ള ആളുകൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും മറച്ചു വെക്കാൻ ഉണ്ടാവില്ല. എല്ലാം തുറന്നു പറയുകയാണ്. അന്ന് തന്നെ ചന്ദ്രമാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ഗുളിക കുടിക്കുന്നത് വലിയ ഗുണത്തിലേക്ക് പോകില്ല, ഇങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്, ഒരു അത്ഭുതകരമാണ്, മഹാത്ഭുതമാണെന്നോ. അപ്പോ ഞാൻ നേരത്തെ ചന്ദ്രമാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള വാക്കുകളാണ് പ്രയോഗിച്ചത്. എന്റെ ഒരു ശാസ്ത്രയുക്തിക്ക് പുറത്തായിരുന്നു ഈ കേൾവി. ഒരിക്കലും ബോധ്യമാവാത്ത രൂപത്തിലുള്ള, ഞാനിപ്പോൾ ഇതിന്റെ പ്രവർത്തകനാണ്, പ്രൊമോട്ടറാണ്. ചന്ദ്രമാഷ് പറഞ്ഞതുപോലെ ഒരു ചാരിറ്റി പോലെയാണ് എനിക്ക്. അപ്പൊ എന്താണ് ചാരിറ്റിയായിട്ട് ഏറ്റെടുക്കാനുള്ള കാരണം എന്നുള്ള ഞാൻ പിന്നീട് പറയുന്നു. അപ്പോ എന്റെ സാമാന്യ ശാസ്ത്രയുക്തിക്ക് പുറത്ത് ഉള്ള ഒന്നായതുകൊണ്ട് ഇതൊരു ശാസ്ത്രമാണ് എന്ന് പോലും തോന്നാത്ത രൂപത്തിലുള്ള ഒരു കാര്യം ഓൺ ദ സ്പോട്ടിൽ തള്ളിക്കളയേണ്ടത് ചന്ദ്രമാഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തില്ല, അങ്ങനെ തള്ളിയില്ല. ഓൺ ദ സ്പോട്ടിൽ എന്റെ സാധാരണ സ്വഭാവം വെച്ച് നോക്കിയാൽ നിഷ്കരുണം തള്ളിക്കളയേണ്ട ഒരു വിഷയം എന്റെ മുമ്പിലേക്ക് വരിക, ബുദ്ധിമാന്ദ്യം സംഭവിച്ച അല്ലെങ്കിൽ അതുപോലുള്ള നിക്ഷിപ്ത താല്പര്യമുള്ള ആരെങ്കിലും ആളുകളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പോലെ തോന്നുകയാണ്. ഞാൻ അങ്ങേയറ്റത്തെ എന്റെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയായി മാറിയാൽ പിടിച്ചു നിൽക്കുകയാണ് ചന്ദ്രൻ മാഷിന്റെ മുമ്പിൽ. അയാൾ പറയുന്നതൊക്കെ കുറച്ച് കേട്ട് എന്റെ സമീപനത്തിലുള്ള മറിച്ചുള്ള പ്രതികരണത്തില് അത്ര പന്തികേടല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ചുരുക്കി പറയാണ്, ഗുളിക രൂപത്തിലാക്കി തരികയാണ്.
ഒരു പ്രാവശ്യം വിളിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, വീണ്ടും വിളിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപാര കഴിവുള്ള ഒരു മാനസിക ശേഷിയുള്ള ഒരാളാണ്. ഞാൻ പുകഴ്ത്തി പറയല്ല, എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, ഉള്ളത് തുറന്ന് പറയണല്ലോ. ഈ രംഗത്ത് അയാൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഞാൻ ഒരു മാതൃകയാക്കുകയാണ്. എനിക്കുള്ള പോരായ്മകൾ തിരുത്തുവാൻ വേണ്ടി കൂടി, അതായത് ബിസിനസിന് വേണ്ടി ഈ ബിസിനസിന് വേണ്ടി എനിക്ക് മുന്നേറുവാനുള്ള ഒരു പ്രചോദനമായിട്ട് ചന്ദ്രമാഷ് മാറുകയാണ്. ഞാൻ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുമായിട്ട്, എന്റെ സുഹൃത്തുക്കളോടൊക്കെ, ഇതിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ആ ചന്ദ്രമാഷ മാതൃകയാക്കേണ്ടതിന്റെ പ്രാധാന്യം. അപ്പോ അത് ചിലപ്പോൾ ബാലിശമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലെ, ഒരു ബുദ്ധി പോലെ, സ്വഭാവം പോലെയൊക്കെ തോന്നും. പക്ഷെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നത് കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അതൊരു ശരിയായ പ്രവർത്തനമായിരുന്നു, അങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മളും അങ്ങനെ മാറേണ്ടത് ഈ ബിസിനസ് മുന്നോട്ട് നയിക്കുന്നതിൽ നമുക്ക് ഗുണകരമാണ് എന്നൊക്കെ തോന്നുകയാണ്. അങ്ങനെ പറഞ്ഞു വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. ഞാനെങ്ങനെയാണ് ഒരു വാചാലനാണ്. കേൾക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പറഞ്ഞു നാശം വരുത്തും. അതുകൊണ്ട് ക്ഷമിക്കുക. മുമ്പ് പറഞ്ഞ വിഷയത്തിൽ നിന്ന് വല്ലതും പുതിയതെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കൂടിയാണ്. പുതിയതൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ചന്ദ്രമാഷ്. അങ്ങനെ ചന്ദ്രമാഷും ഞാനും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുന്നേ ഇല്ല. ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രമാഷ്ക്ക് വ്യക്തിപരമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് തോന്നുകയാണ്. ഞാൻ അതൊന്നും വിമർശിക്കാൻ പോയില്ല. നമ്മൾ പഴയ ഇതിലേക്ക് തന്നെ വന്നു. ഞാൻ ചോദിക്കുകയാണ്, സാധാരണ ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിൽ ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് എന്റെ ഭാര്യയുടെ ശരീരത്തിൽ മാഗ്നറ്റ് പ്രോഡക്റ്റ്, തെറാപ്പി പ്രോഡക്റ്റ് കണ്ടപ്പോൾ അവര് വിമർശനാത്മകമായിട്ട് ഇവരോട് പറഞ്ഞ കാര്യം തന്നെ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി ആശുപത്രി ഒന്നും വേണ്ട, അതൊക്കെ അങ്ങോട്ട് പൊളിച്ചു കളയാം, ഡോക്ടർമാരൊന്നും വേണ്ട, പുതിയ MBBS കോഴ്സ് ഒന്നും വേണ്ട, ഉണ്ടാക്കി വെച്ചിട്ടുള്ള മരുന്നും ഗുളിയൊക്കെ നമുക്ക് ഒഴിച്ചു മൂടാം, ഇത് മതിയല്ലോ എന്ന രൂപത്തിൽ പരിഹാസ രൂപേണ സംസാരിച്ചു പോയി എന്നൊക്കെ പറയും. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം, ഓരോ ദിവസവും. പിന്നെ എന്നെ അറിയാവുന്ന ആളുകൾ ഇയാളോട് എങ്ങനെ അങ്ങനെയൊക്കെ പറയാ എന്നുള്ളത് കൊണ്ട് നമ്മളോട് പറയാതെ മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് വൈര്യം, വിരോധം അല്ലെങ്കിൽ അങ്ങോട്ട് പങ്കുവെക്കുകയാണ്. ശരീരത്തിൽ നിന്നും ആ കറ അങ്ങോട്ട് കളഞ്ഞു കളയണ്ട ചില ആളുകൾ. കറ കളയാൻ ചിലപ്പോൾ മരത്തോടൊക്കെ സംസാരിച്ചിട്ട്, എന്താ വെച്ചാൽ മൃഗങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളോടോടെ വിരോധം തീർക്കും. ചന്ദ്രമാഷ് ആത്മസംയമനം കൈവരിച്ച്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത രൂപത്തിലൊക്കെ, അതായത് വ്യക്തിപരമായിട്ട് അശ്ലീലമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വാക്കുകളൊക്കെ ചന്ദ്രമാഷോട് എനിക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. മറ്റു പുറത്തുള്ള ആളുകളോടൊന്നും ആ രൂപത്തിൽ ഞാൻ അങ്ങനെ പെരുമാറില്ല. പെട്ടെന്നൊക്കെ വയലന്റ് ആവുന്ന സ്വഭാവം ഒക്കെ എനിക്കുണ്ട്. അതിന്റെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം എന്ന്. കാരണം ആത്മസംയമനം പാലിക്കേണ്ട ഒരു ഗുണം എനിക്ക് നഷ്ടപ്പെട്ടതായി കൂടി എനിക്ക് ഈ അവസരത്തിൽ തോന്നിയിട്ടുണ്ട്. ആത്മസംയമനം നമ്മൾ കൈവിട്ടു പോകുന്ന അവസരത്തിൽ വലിയ അപകടാവസ്ഥയിലൊക്കെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളും എനിക്കുണ്ടായിട്ട്. ബാബുവേട്ടൻ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരവസരത്തിൽ ഞാനും ബാബുവേട്ടനുള്ള ഒരു യാത്രാവേളയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് എന്റെ രക്ഷകനായി എത്തിയത് നമ്മുടെ കരുമലയിലുള്ള എന്റെ സന്തത സഹചാരി എന്നൊക്കെ പറയാവുന്ന ബാബുവേട്ടനാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് പിടിച്ചു നടത്താനുള്ള ഒരു മാനസിക ശേഷി പോലും എന്റെ അസുഖം മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുകൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. ചന്ദ്രമാഷ് അങ്ങേയറ്റം ഞാൻ ഇകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായിട്ടും വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള ജ്ഞാനത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ ഇടിവ് വന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്വീകരിച്ചിട്ട് കയ്യിൽ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ ഒരു പ്രചാരകനായിട്ട് പ്രബോധകനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ചന്ദ്രമാഷ് ഞാൻ വല്ലാതെ അവമതിച്ചു. ഞാനത് തുറന്നു പറഞ്ഞു. പക്ഷെ വിധി വൈപരീത്യം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഞാൻ അതിൽ വിശ്വസിക്കാത്ത ഒരാളാണ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കൂടി ഒരു വാക്കിനെ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി
ആ വാക്ക് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വിധി വൈപരീത്യം എന്ന് പറയാവുന്ന രൂപത്തിൽ ഞാൻ മാഗ്നറ്റ് തെറാപ്പിയിലേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് കാലത്തിന്റെ നീതി അല്ലെങ്കിൽ പ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതുപോലുള്ള ചില സാഹിത്യ വാക്കുകളൊക്കെ ചില ഘട്ടങ്ങളിൽ അനിവാര്യമാണ്. ചില കാര്യങ്ങളെ ദ്യോതിപ്പിക്കാൻ നമ്മൾ പിന്നെ നമ്മുടെ ആശയങ്ങൾ മറന്നുകൊണ്ട് ചില വാക്കുകൾ കടമെടുക്കേണ്ടത്. കാരണം ഇത്തരം വാക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചില മനുഷ്യന്റെ ചില അനുഭവങ്ങളിൽ നിന്നായിരിക്കാം. കാലത്തിന്റെ നീതി എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ നീതി കാലത്തിൻ്റെത് തന്നെയാണ്, പ്രകൃതിയുടേതാണ്. നമ്മുടേത് പ്രകൃതിയുടെ സൃഷ്ടിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ല. മനുഷ്യന് മാത്രം വ്യക്തിപരമായിട്ടുള്ള ചില ഗുണഗണങ്ങൾ ഉണ്ട് എന്നതൊഴിച്ചാൽ സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. അത് പ്രകൃതിയുടെ നീതി മാത്രമാണ്, പ്രകൃതിയുടെ നിയമമാണ്. അതാണ് യഥാർത്ഥത്തിൽ സത്യം. നമ്മൾ പറയുന്നതൊന്നും സത്യമല്ല. നമ്മൾ പറയുന്ന സത്യങ്ങൾ നാളെ അസത്യമായിരിക്കാം. ഇന്നത്തെ ശാസ്ത്രയുക്തി നാളത്തെ പിന്നെ എന്തായിരിക്കാം, നാളെ അത് മാറി മറിഞ്ഞേക്കാം. നിലവിലുള്ള ശാസ്ത്രയുക്തി എന്ന് പറയുന്നത് നിലവിലുള്ള കണ്ടുപിടുത്തങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ബോധ്യമാണ്, നാം വിശ്വസിക്കുന്നതാണ്. അത് നാളെ മറ്റൊരു കണ്ടുപിടുത്തത്തിലൂടെ, ഒരു നിരീക്ഷണത്തിലൂടെ അത് മാറി മറിയുമ്പോൾ ആ സത്യം അസത്യമായി മാറുകയും പുതിയത് സത്യമായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടേതൊക്കെ താൽക്കാലികമായിട്ടുള്ള സത്യവും നീതിയും യുക്തിയും ഒക്കെയാണ്. ഞാൻ മനസ്സിലാക്കി വിശ്വസിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അത് അംഗീകാരമായിരിക്കണം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം പറയാണ്. കാലത്തിൻ്റെത് തന്നെയാണ് ശരിയായിട്ടുള്ള സത്യം, നീതി, യുക്തി. പ്രകൃതിയുടേതാണ്, പ്രപഞ്ചത്തിൻ്റെത് തന്നെയാണ്. അതിനെ പ്രാകൃത കാലത്തുള്ള ചില ആളുകൾ, ശാസ്ത്രം വികസിക്കാത്ത കാലത്ത്, അപരിഷ്കൃത കാലഘട്ടങ്ങളിൽ അന്നത്തെ ആളുകൾ ചിലപ്പോൾ ദൈവങ്ങൾ എന്ന് വിളിച്ചിരിക്കാം. അത്രമാത്രം. പിന്നീട് മനുഷ്യൻ ഈ ദൈവയുക്തിയെ, അന്നത്തെ ശാസ്ത്രം ദൈവം എന്ന് വിളിച്ച ആ യുക്തിയെ മനുഷ്യന്റെ താല്പര്യത്തിനനുസരിച്ച് മനുഷ്യന്റെ ഭയപ്പാടിന്റെ ഭാഗമായി നിരവധി ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ദൈവങ്ങളെ മനുഷ്യരൂപത്തിൽ തന്നെ സൃഷ്ടിക്കുകയും, പ്രകൃതിയിൽ നിരവധി ചരാചരങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ ഉള്ളപ്പോ പ്രകൃതിയെ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചത് തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ഒരു താല്പര്യവുമായി ബന്ധപ്പെട്ട് ദൈവങ്ങളെ വ്യാഖ്യാനിച്ചു എന്ന് വേണം കരുതാൻ. നമ്മുടെ വിഷയം വീണ്ടും മാറിപ്പോവുകയാണ്. അപ്പോ ചന്ദ്രമാഷോട് ഞാൻ പറയുകയാണ്, ബാലുശ്ശേരിയിൽ വെച്ച് നടന്നിട്ടുള്ള ചെറിയൊരു കലാമിറ്റിയൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അനുഭവസ്ഥരായിട്ടുള്ള, എന്നെ തിരിച്ചറിഞ്ഞ ചില ആളുകളൊക്കെ അവിടെ ഉണ്ട്. അതെനിക്ക് അംഗീകാരമായിട്ടാണ് പലരും ഇപ്പൊ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഞാനന്ന് എന്റെ ഭാഗത്തു നിന്നും അറിയാനുള്ള ഒരു ത്വരയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു കലാമിറ്റി പോലെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്നും വീഴ്ച വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്തരമൊരു വേദിയിൽ ഞാൻ പെരുമാറാൻ പാടില്ലാത്ത ഒരു രൂപത്തിൽ പെരുമാറിയോ എന്ന് എനിക്ക് തോന്നിയിരുന്നാണ്. പക്ഷെ എന്റെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ശാസ്ത്രയുക്തിക്കനുസരിച്ച് എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കണം. ഞാനത് ചോദിച്ചു. നിരവധി ആളുകൾ മുമ്പാകെ വിശദീകരിച്ച ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല. പലരും കൈയടിച്ചിരുന്നു, ഞാൻ കൈയടിച്ചില്ല. ഞാൻ ഏറ്റവും ഫ്രണ്ടിലെ പിന്നെ സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നത്. എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത് പറഞ്ഞു ഫലിപ്പിച്ചു തരാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് കൂടിയായിരുന്നു അങ്ങനെ ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ, എന്നെ കേൾക്കുന്ന ആളുകൾ എന്റെ ഈ മുഖം കാണുമ്പോൾ ശരിക്കും വേഗം പെട്ടെന്ന് ബോധ്യപ്പെട്ടുന്ന ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പിന്നെ സന്ദർഭങ്ങളിൽ, കൂട്ടായ്മകളിലൊക്കെ വരുമ്പോ അതൊരു അംഗീകാരമായിട്ടാണ് ഇപ്പോൾ പിന്നെ ചിലരും എന്നിലേക്ക് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന, എന്നെ കാണുന്നതൊക്കെ ഒരു അംഗീകാരം പോലെ. താങ്കൾ അങ്ങനെയുള്ള ഒരാളായിരുന്നല്ലോ, അങ്ങനെയുള്ള താങ്കൾ ഇതിലേക്ക് വന്നത് ഞങ്ങളുടെ നേട്ടമാണ്, ഇതിന്റെ ഒരു വിജയമാണ് എന്നുള്ള രൂപത്തിൽ ചിലർക്ക് അതൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയൊക്കെ എന്നെ കാണുന്നുണ്ട്. സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ദോഷകരമല്ലാത്തൊരു പ്രതികാര ബുദ്ധിയുണ്ട്. പിന്നീട് ആദ്യം അങ്ങനെ ദോഷകരമായി തോന്നിയത് പിന്നീട് നല്ലതിലേക്ക്, ഗുണത്തിലേക്ക് വരുമ്പോൾ അത് സന്തോഷത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയാണ് ഇപ്പോൾ എന്നെ ആളുകൾ കാണുന്നത്. ഞാനിപ്പോൾ ഇതിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്. ഊണിലും ഉറക്കിലും എന്ന് പറയാവുന്ന രൂപത്തിൽ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളോട് എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ എല്ലാം എന്നുള്ളൊരു പാട്ടുണ്ട്. ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് പിന്നെ അമുകറ പുരുഷോത്തമൻ സാറിന്റെ ആ പാട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ദൈവവിശ്വാസികളാണ് ഇതിലുള്ള പിന്നെ 99.9% ആളുകളും ഏറിയും കുറഞ്ഞും ദൈവവിശ്വാസികളാണെന്ന് എനിക്കറിയാം. കാരണം ഒരു പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഇന്നും ഈ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കായിട്ട് പറഞ്ഞതാണ്. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ, രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വിരസമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പൂർവ്വസൂരികളായിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം പോലെ വിരസമായിട്ടുള്ള ഒരു പ്രവർത്തനം ജീവിതത്തിൽ മറ്റൊന്നില്ല. അതുപോലെ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യാതൊരു വിരസതയും ഇല്ലാതെ, മടുപ്പില്ലാതെ, പ്രതീക്ഷ കൈവിടാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞാൻ പറയാണ്. ഞാൻ വിജയിച്ച ഒരാളല്ല, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ വിജയം എവിടെ തുടങ്ങി? ഈ ബയോട്ടോറിയം മാഗ്നറ്റോതെറാപ്പി പ്രോഡക്റ്റ് സ്വീകരിച്ച അന്നു മുതൽ ഞാൻ വീണ്ടും വിജയത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ കരുതിയിരുന്ന എന്റെ ആരോഗ്യം, ചിലപ്പോൾ എന്റെ ജീവനും ജീവിതവും തന്നെ ഈ തൈറോയിഡിന്റെ പ്രശ്നം അതിലേക്ക് വരും. നമ്മൾ പരിധി വിട്ടുപോകും. എന്നെ കൊണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇയാള് ഭയങ്കര വീരശൂര പരാക്രമയാണ്, അടുക്കാൻ കഴിയില്ല. എന്റെ ഒരു ശരീരപ്രകൃതം കണ്ടാല് ആർക്കും അങ്ങനെ തോന്നില്ല. നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ തമാശക്ക് പറയുന്ന ചില രൂപങ്ങളുണ്ടല്ലോ, ഇന്ദ്രൻസ് ചേട്ടൻ, പിന്നെ കൃഷ്ണൻകുട്ടി നായർ, അതുപോലുള്ള ആളുകൾ. അങ്ങനെയുള്ളൊരു, അവരൊന്നും സ്കെൽട്ടന്മാരായിരുന്നില്ല, പക്ഷെ സിനിമയിൽ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവർ സ്കെൽട്ടന്മാരായിരുന്നു. നമ്മൾ ചില ആളുകളെ പിന്നെ ശാരീരികമായിട്ട് നിന്ദിക്കാൻ വേണ്ടിയിട്ട്, അവഹേളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും, എല്ലാ ആളുകളെയും ഞാൻ പറയുന്നില്ല, ആ സ്വഭാവം നല്ലതല്ല. അങ്ങനെയുള്ള ചില രൂപങ്ങളെ എടുത്തു കാണിക്കും, ഇന്നയാളെ പോലെ ഉണ്ടാവനെന്നോ. അങ്ങനെയുള്ള ഒരു കോലക്കാരനായിട്ടുള്ള ഞാൻ ഒരു വീരശൂര പരാക്രമയായിരുന്നു. അതുപോലെ എന്നെ ആളുകൾ കണ്ടിരുന്നു. പക്ഷെ എന്നെ അടുത്തറിയുന്ന ആളുകൾ ചിലർ പറയും വെറും പൊള്ളയാണ് എന്ന്. അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോ. വിശദീകരണം കൂടുകയാണ്. ഞാൻ പിന്നെ പല കാര്യങ്ങളും അങ്ങേയറ്റം ഹൃദയസ്പൃക്കായിട്ടാണ് ഉൾക്കൊള്ളുകയും അവതരിപ്പിക്കുകയും ചെയ്യാം. അത് ഞാനൊരു നടൻ കൂടിയായിരുന്നല്ലോ, അപ്പൊ വല്ലാത്ത ഇമോഷനൊക്കെ ചില സമയത്തുണ്ടാവും. എല്ലാവരും സദയം ക്ഷമിക്കുക ഈ സുപ്രഭാതം അല്പം പിന്നെ വിരസമാക്കിയത്. പിന്നെ അങ്ങനെ വലിയ തർക്കങ്ങൾക്ക്, പിന്നെ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ എനിക്ക് മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാതെ, താങ്കളുടെ അസുഖം ഒരു കാലത്തും മാറാൻ സാധ്യത കുറവാണ്, തീർത്തു പറഞ്ഞിട്ടില്ല, കുറവാണ്, കാലാകാലം ഗുളിക കുടിക്കുക. അതേ അവസരത്തിൽ പറയാണ് ഡോക്ടർ, ഈ ഗുളിക കഴിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് താങ്കൾക്ക് കിഡ്നിക്ക് അല്പം പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് എന്നുകൂടി ചേർത്ത് പറയുകയാണ്. ഡോക്ടറോട് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ ഇത് നിർത്തുകയാണ്, ഈ ചികിത്സ നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപിൻ ആലോചിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഞങ്ങൾക്ക് മുമ്പിൽ മറ്റു വഴികളില്ല, അലോപ്പതിയിൽ ഞങ്ങൾക്ക് സാധ്യമായത് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് മാത്രമാണ് ഉള്ളൂ, അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു പിരിഞ്ഞു. അങ്ങനെ പിരിഞ്ഞ് ഞാൻ 3-ാം ദിവസം ചന്ദ്രമാഷെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഒരു കടുംവാശിക്കാരന്റെ ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ വാശി എല്ലാ കാലത്തും നിലനിർത്താൻ സാധ്യമല്ല. പ്രകൃതിയുടെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് പ്രകൃതിയുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിലും ഉണ്ടാവും. പ്രകൃതി ഇങ്ങനെ സ്വഭാവ വൈചിത്രങ്ങൾ പ്രകടമാക്കുന്ന, പല രൂപത്തിൽ പ്രകടമാക്കുന്ന ഒരു ശീലമുള്ള ഒന്നാണ്, ഒരു ശക്തിയാണ്. അത് ആരിലും ഉണ്ടാകും. ആർക്കും വാശി പിടിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്നത് തന്നെയാണ്, ഇന്നത് തന്നെയായി തീരും, അല്ലെങ്കിൽ ഇന്നതാവില്ല എന്ന് വാശി പിടിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ വാശി പിടിച്ച് പിന്നെ ഒരു പ്രത്യേക സ്വത്വം നിലനിർത്തിയ ആളുകൾ
മഹാമനീഷികളായിട്ടുള്ള ആളുകൾ, പിന്നെ പ്രകൃതിയെ കൂടുതൽ തിരിച്ചറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആളുകൾക്കും ആവാൻ സാധ്യത കുറവാണ്. അതുപോലെ ഞാനും ആ തോൽവി അങ്ങോട്ട് സമ്മതിക്കുകയാണ്. ആ അർത്ഥത്തിലല്ലെങ്കിൽ പോലും എനിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. എന്റെ ആരോഗ്യം നിലനിർത്തണം, എനിക്ക് വീണ്ടും ഈ സമൂഹത്തിൽ ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ഉടനെ യാതൊരു വൈരാഗ്യ ബുദ്ധിയും ഇല്ലാതെ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി എന്ന് വേണമെങ്കിൽ പിന്നെ പറയാവുന്ന രൂപത്തിൽ എന്നോട് പ്രതികരിക്കുകയും പിറ്റേ ദിവസം തന്നെ അതിരാവിലെ ചന്ദ്രമാഷും നമ്മുടെ ശോഭാ മേഡവും എൻ്റെ വീട്ടിൽ വരികയും ഈ പ്രോഡക്റ്റ് തരികയും ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്, ആദ്യമായിട്ട് അറിയുകയാണിത്. അപ്പോ അല്പസ്വല്പം ചില കാര്യങ്ങൾ മാത്രം ചോദിച്ച് അതിനുള്ള മറുപടിയും തന്ന് അവർ പോവുകയാണ്. നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകൾ അതേപോലെ തുടരണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങളും ചോദിച്ചപ്പോൾ അത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ 3-ാം ദിവസം വീണ്ടും ഞാൻ പഴയ ഗുളികകളൊക്കെ എടുത്തു കുടിക്കുകയും വളരെ കൃത്യമായിട്ട്, ഞാനൊരു വിമർശകനായതുകൊണ്ട് ഇതിനെ ഭാവിയിൽ ഇനി വിമർശിക്കണമെങ്കിൽ, കുറ്റം പറയണമെങ്കിൽ ഇതിനെ ശരിക്കും ബോധ്യപ്പെടാതെ അത് പറയാൻ പാടില്ല. നമുക്ക് ശരിക്കും ബോധ്യപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ഒരു കുറ്റം എന്നുള്ള രൂപത്തിൽ ആരെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും പറയാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ്. ആ ഒരു ബുദ്ധിയോടുകൂടി ഞാൻ ഇത് ഉപയോഗിക്കുകയും മഹാത്ഭുതം എന്ന് പറയട്ടെ, വെറും 3 ആഴ്ചകൾ കൊണ്ട് ഒരു കാലത്തും മാറില്ല എന്ന് പറഞ്ഞ, മാറാൻ സാധ്യതയില്ല എന്നാണ് അങ്ങനെ പ്രഖ്യാപിച്ച ഒരു ഡോക്ടർ പ്രഖ്യാപിച്ച എൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുനരുൽപാദനം വീണ്ടും ഉണ്ടായി. ഇത് ഞാനൊരു ലൈവ് പ്രോഗ്രാമിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സദസ്സ് ഒന്നടങ്കം കൈയടിക്കുമായിരുന്നു. അങ്ങനെയുള്ള കൈയടി ഞാൻ കുറെ നേടിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഒരു തൊഴിലാളിയെ പോലെ ആയിരുന്നു ആദ്യം. ബിസിനസ്സിലേക്ക് പിന്നീടാണ് വന്നത്. അങ്ങനെ തൈറോയ്ഡ്, കൊളസ്ട്രോള്, ക്രിയാറ്റിൻ, പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 21-ാമത്തെ ദിവസം പൂർണ്ണമായിട്ടും നോർമലായി എന്നുള്ള ഒരു റിസൾട്ടാണ്. റിസൾട്ടിന് വിശ്വാസമായില്ല, ഡോക്ടർക്ക് വിശ്വാസമായില്ല. ഡോക്ടർ റിസൾട്ട് തെറ്റാണെന്ന് പറഞ്ഞു, മാറ്റി ചെയ്യാൻ പറഞ്ഞു, മാറ്റി ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ മാറ്റി ചെയ്ത് കൊണ്ട് കൊടുത്തു. മഹാത്ഭുതം. ഡോക്ടർ പറയാണ് ഈ കരിയറിൽ, എന്റെ ഈ കരിയറിൽ ഇതൊരു മഹാത്ഭുതം പോലെയാണ്. എന്താണ്, ചികിത്സിച്ചാൽ പിന്നെ രോഗം മാറണ്ടേ? താങ്കളെ പോലുള്ള ആളുകൾ പിന്നീട് എന്തിനാണ് ചികിത്സിക്കുന്നത്? അതല്ല, കഴിഞ്ഞ 2 മാസം മുമ്പേ താങ്കൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാണിച്ചപ്പോൾ തൈറോക്സിൻ TSH 68 സൂചിപ്പിച്ചത്. വെറും 2 മാസം കൊണ്ട്, 6 വർഷം കൊണ്ട് ചികിത്സിച്ച് മാറാത്ത ഈ അസുഖം വെറും 2 മാസത്തിനിടയിൽ പൂർണ്ണമായി മാറി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. നിങ്ങൾ ക്ഷമിക്കൂ, എന്നോട് അധികം ഇനി പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ. താങ്കൾക്ക് രോഗം മാറുകയല്ലേ വേണ്ടേ? അതുകൊണ്ട് മാറിയില്ലേ, സന്തോഷമായില്ലേ? അതുകൊണ്ട് സന്തോഷത്തോടു കൂടി പോയിക്കോളൂ. ഗുളികയുടെ ഡോസ് 150-ൽ നിന്ന് 100 കുറക്കാം. 100 കുറച്ചു. അടുത്തതിന് 50 കുറച്ചു. പിന്നീട് പറഞ്ഞ് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പതിയെ ഗുളിക കഴിക്കുന്നത് അങ്ങോട്ട് മാറി. വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഇപ്പോഴും ഞാൻ ടെസ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് നിർബന്ധിത റെഫർ വാങ്ങി. ഡോക്ടർ ചോദിക്കുന്നു, എന്തിനാണ്? താങ്കൾക്ക് ഒരു അസുഖമില്ല, പിന്നെ എന്തിനാണ്? എനിക്ക് എന്റെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ്, എനിക്കൊരു പിന്നെ എന്റെ അതിനാണ് വേണ്ടിയാണ്, ഒന്നും കൂടി തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താണ്, ഈ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ എനിക്ക് ബോധ്യപ്പെടണം, മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് മാറി എന്ന് പറയുന്ന അസുഖം, രോഗാവസ്ഥ നോർമലായി എന്ന് പറയുന്നത് തായിയാണോ എന്നുള്ളത് ബോധ്യപ്പെടണം. നമ്മൾ മറ്റുള്ള ആളുകളോട് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള ഹതഭാഗ്യരായിട്ടുള്ള രോഗം മൂലം വലഞ്ഞ് മുറ്റോട് മുടിഞ്ഞ ആളുകളെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമ്മളൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ട് അവർക്ക് വലിയൊരു ആശ കൊടുത്തിട്ട് പിന്നീട് നിരാശയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് ബോധ്യമുള്ള കാര്യം മാത്രമേ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പാടുള്ളൂ. അവർ ബോധ്യമുള്ള ഒരാളെന്നുള്ള എനിക്ക് മറ്റുള്ളവർ ആളോട് പറയണമെങ്കിൽ എനിക്ക് സ്വയം ബോധ്യം ഉണ്ടാകണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിർബന്ധിത റെഫർ വാങ്ങി മെഡിക്കൽ കോളേജിൽ എത്തുകയാണ്. അവിടെയുള്ള ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് വന്നത്, ആരാണ് ഇങ്ങോട്ട് അയച്ചത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ ഇവിടെ വരുന്നത്. ഓഹോ, അങ്ങനെയെങ്കിൽ പിന്നെ എന്റെ ഒരു പൂർവ്വചരിത്രമൊക്കെ പറഞ്ഞപ്പോ
എന്നോട് ഡോക്ടർ പറയാണ്, താങ്കളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കുറച്ച് ടെസ്റ്റിന് എഴുതാം, താങ്കൾ ചെയ്യുമോ? തിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ചെയ്യും, കുറച്ച് ചെലവ് വരും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എഴുതിക്കോളി. ഒരു MRI തലക്ക്, രക്തത്തിൽ 9 ടെസ്റ്റ്, 9 ടെസ്റ്റ് രക്തത്തിൽ. അങ്ങനെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് 3 ദിവസം കഴിയുമ്പോൾ ഈ റിസൾട്ടുകളൊക്കെ വാങ്ങി വീണ്ടും ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ മഹാത്ഭുതം വീണ്ടും, താങ്കളുടെ ആരോഗ്യം ഇപ്പോൾ പരമാവധി പൂർണ്ണമായും പെർഫെക്റ്റ് ആണ്. ഡോക്ടർ പറയാണ്, ഈ വനിതാ ഡോക്ടർ ആയിരുന്നു അതും. നിലവിൽ ഈ 9 ടെസ്റ്റിനും യാതൊരു പ്രോബ്ലവും ഇല്ല. MRI കൃത്യം, വളരെ കറക്റ്റ്. ഞാൻ സംശയിച്ചതൊന്നുമില്ല. ഈ ഓർമ്മയുടെ ഒരു പ്രയാസമുണ്ട്, അതൊക്കെ അങ്ങോട്ട് റെഡിയാവും, പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും സംശയം ചോദിക്കുകയാണ് ഡോക്ടറോട്, താങ്കൾക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ളതാണോ താങ്കളുടെ പ്രയാസം എന്നാണ് എന്റെ ഡോക്ടർ എന്നോട് ചോദിച്ചത്. ഞാൻ പറയുന്നതൊക്കെ പിന്നെ കൃത്യം ക്ലാരിറ്റിയോട് കൂടി കേൾക്കുന്നുണ്ടോ ചന്ദ്രമാഷെ? എനിക്കൊരു സംശയം. അപ്പം പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഒരു കണ്ണാടിയിൽ മുമ്പ് നിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായി മാറി എന്നുള്ള സന്തോഷം കൂടി അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയാണ്, വളച്ചുകെട്ടൊന്നുമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനൊരു സമ്പന്നനല്ല, ഞാനൊരു ഭൂരഹിതനാണ്. എങ്കിൽ പോലും പണത്തോടുള്ള ആർത്തി ചെറുതിൽ മുതൽ എങ്ങനെയാണെന്ന് അറിയില്ല. ആർത്തി എന്നല്ല, വലിയൊരു പിന്നെ എന്താ അഭിനിവേശം എനിക്ക് ഇന്നുമില്ല. ജീവിക്കാനുള്ള ഒരു പിന്നെ ഒരാവശ്യത്തിനുള്ളത് വേണം എന്ന് മാത്രം. ഇന്ന് കഴിഞ്ഞ നാളെത്തത് പ്രതീക്ഷയുള്ളത് കൊണ്ട് നാളെയും നടക്കും. ഇതുവരെ നടന്നതുപോലെ നാളെയും നടക്കും എന്നുള്ളതാണ്. ദൈവവിശ്വാസികൾക്ക് അങ്ങനെ വിശ്വസിക്കാം. രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തിന്റെ ശാസ്ത്രീയതയും ശാസ്ത്രീയ ദൈവവിശ്വാസം എന്നാണ് ഞാൻ പറയുന്നത്, ശരിയായ പിന്നെ ആത്മീയത, അതും നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം, അതായത് പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം രണ്ടും ചെന്നെത്തുക ഒരിടത്തായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് തന്നെ നിരർത്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നിലവിൽ ഇന്ന് വരെ, അതായത് ഇന്ന് ഉറക്കം ഉണർന്ന് ഈ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വരെ ഞാൻ പൂർണ്ണ ബോധ്യവാനാണ്, എന്റെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം മുമ്പുണ്ടായിരുന്നതോ പുതിയതായിട്ടോ എന്തെങ്കിലും അസുഖം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് അതിന്റെ പരിശോധനയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, പുതിയ ആളുകളോട് പറയാണ്, ലോകത്ത് മനുഷ്യകുലത്തിന് ഇന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മഹാത്ഭുതം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന മഹാത്ഭുതം നമ്മൾ എന്ന് പറയുമ്പോൾ അതിലപ്പം ഒരു വേറൊന്നും നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ മഹാത്ഭുതം എന്ന് പറയുന്നത്. ഇതുവരെ ബോധ്യപ്പെടാത്ത, പുതിയതായിട്ട് ഇതിന് പകരം വെക്കാൻ ഒന്നില്ല എന്ന് നമുക്ക് ബോധ്യം വരാത്ത കാലത്തോളം നമുക്ക് ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രഖ്യാപിക്കാം, ഇതൊരു മഹാത്ഭുതം തന്നെയാണ് എന്ന് ഞാൻ പറയും. കാരണം എന്റെ ജീവിതാനുഭവം തന്നെയാണ്. എന്റെ മകൾക്ക് കോൺസ്റ്റിപ്പേഷൻ, നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശോധനക്കുറവ്, ഡോക്ടർമാർ മലയാളത്തിൽ പിന്നെ മലബന്ധം എന്ന് പറയും. എന്ന് പറഞ്ഞ വയറ് പിന്നെ ശരിക്കും വയറ്റുന്ന് പോകാത്ത ഒരവസ്ഥ 1.5 വയസ്സിൽ തുടങ്ങിയാണ്. ഡോക്ടറെ കാണിക്കും, സാധാരണ പോലെ ഡോക്ടറെ കാണിക്കും. നമുക്ക് സാധ്യമായിട്ട് മുമ്പിലുള്ളത് ലോകം കീഴടക്കി നിൽക്കുന്ന അലോപ്പതിയാണ്. എല്ലാവരും ആദ്യം അവിടെയാണ് പോവുക. എന്നതിന് ശേഷമാണ് അവസാനം മന്ത്രവാദിയുടെ അടുത്തൊക്കെ എത്തുന്നത്. ഞാൻ പറയാണ്, മന്ത്രവാദികളുടെ കൂട്ടത്തിലേക്ക് ചെന്ന് അകപ്പെടാതെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഈ ചന്ദ്രമാഷയുടെ മന്ത്രച്ചരട് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മന്ത്രവാദിയുടെയും അന്ധവിശ്വാസത്തിന്റെയും കൂടെ പോകേണ്ടതില്ല. 100% റിസൾട്ട് ലഭിക്കുന്ന, റിസൾട്ട് നേടിത്തരുന്ന, ചന്ദ്രമാഷ അതാണ് പറയാ, ചന്ദ്രമാഷ ഒരു വാക്കാണത്, നേടിത്തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ വാക്ക് കടമെടുത്തുകൊണ്ട് പറയാണ്. കോൺസ്റ്റിപ്പേഷൻ 6-7 വർഷം ചികിത്സിച്ചു. ഡോക്ടർ പറയാണ്, ഈ ചെറിയ കുട്ടിയുടെ പിന്നെ ശരീരത്തിൽ ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ദോഷമായി വരും. അതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മുടെ രമേശൻ മാഷ് ഇങ്ങനെ പലതും പറഞ്ഞ് ചിലപ്പം വഴിവിട്ടു പോകും. അപ്പൊ അദ്ദേഹം പറയും, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതുപോലെയാണ് ഞാൻ. ചില ആളുകളിൽ നിന്ന് അതുപോലുള്ള ചില വാക്കുകളും പ്രയോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
നിരന്തരം കേൾക്കുക, എല്ലാവരെയും കേൾക്കുക, ബുദ്ധിമാനെയും കേൾക്കുക, അല്ലെങ്കിൽ പണ്ഡിതനെയും പാമരനെയും കേൾക്കുക, എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോ ഈ മഹാപണ്ഡിതനാണ് അദ്ദേഹം, രമേശ മാഷ്. ഈ അവസരത്തിൽ അതുകൂടി പറയാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നാൽ പോലും എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തോട്, അതും പറയുകയാണ്. അപ്പോ ഇതിന് ചികിത്സ കൊടുത്തുകൂടാ, പിന്നീട് പ്രയാസങ്ങളുണ്ടാവും. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുഷ്ഠിക്കുക, ചെയ്തു കൊടുക്കുക. ഭാവിയിൽ അതുകൊണ്ട് വളരും തോറും റെഡിയാവും. എവിടെ റെഡിയാകാൻ? ഡോക്ടർമാർ ഞങ്ങൾ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് പോയി, മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക്. അവിടുന്ന് അല്പം പുതിയൊരു രീതി പറഞ്ഞു തന്നു. അതിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നു. പിന്നീട് മാഗ്നറ്റോതെറാപ്പി ഞാൻ സ്വീകരിക്കുകയും ഞങ്ങൾ വീട്ടിൽ 3 പേരും ഈ വെള്ളം തന്നെ, കാന്തിക ജലം, മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുകയും മിസ്റ്റർ സാഗർ ജോഷി നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ടുള്ള, എൻ്റെ കയ്യിൽ അതില്ല, റിസ്റ്റ് ബാൻഡ്, ഗോൾഡ് പ്ലേറ്റഡ് റിസ്റ്റ് ബാൻഡ്, ബ്രേസ്ലെറ്റ്, ഒരു കൗതുകം എന്ന രൂപത്തിൽ എൻ്റെ മോൾ എടുത്ത് പിന്നെ കയ്യിൽ അണിയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ 3 മാസമായിട്ട്, അതായത് 10 വർഷത്തോളമായിട്ട് അവൾ നേരിട്ട ആ വലിയ പ്രയാസം മാറി 3 മാസമായിട്ട് സുഖശോധന എന്നുള്ളത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആർക്കെങ്കിലും ഉദാഹരണം പറയണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക, കാണിച്ചു കൊടുക്കില്ല, അവൾ അനുഭവം പറയും. തമാശയാണ് കേട്ടോ, ചില വാക്കുകൾ തമാശ രൂപത്തിലാണ്, ഉൾക്കൊള്ളുന്ന ആളുകൾ ഉൾക്കൊള്ളുക. കാണിച്ചു കൊടുക്കില്ല. 10 വയസ്സായി, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അവൾ പറഞ്ഞു കൊടുക്കും, നന്നായിട്ട് പറയാൻ അറിയാം. വീട്ടിൽ നിന്നുള്ള ഈ മീറ്റിങ്ങുകളൊക്കെ ഞങ്ങൾ 3 പേരും ചേർന്നിരുന്നാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എല്ലാ മീറ്റിങ്ങുകളും ഞാൻ പങ്കെടുക്കുന്നത്, എല്ലാ മീറ്റിങ്ങിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. അത് പിന്നെ അതിനോടുള്ള വിമർശനം കൊണ്ടോ നിഷേധ സ്വഭാവം കൊണ്ടോ അതുകൊണ്ടൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ചില സമയത്ത്. അപ്പോ ചില സമയത്ത് കേൾക്കുന്നതൊക്കെ ഇതൊക്കെ എനിക്കറിയാന്നുള്ള മട്ട എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അഹങ്കാരം എന്നൊക്കെ അതിന് പറയാം. അപ്പോ ഇതാണ് മറ്റൊരു റിസൾട്ടുകൾ എത്രയാണ് പറയാനുള്ളത്? പറഞ്ഞാൽ ഈ സമയം മതിയാവില്ല. ചന്ദ്രമാഷി ഇത് ഓഫാക്കിയിട്ട് പോയിക്കോന്ന് പറയും എന്നോട്. അത്രയും റിസൾട്ടുകളാണ് ഞാൻ കൊടുത്തതിൽ തന്നെ. പിന്നെ മറ്റുള്ള ആളുകൾ കൊടുത്തതിന്റെ റിസൾട്ട് ഞാൻ എന്തിനു പറയണം? ആസ്മ എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യനെ അപകടപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം, വലിവ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ കൂടെ വന്നതിന് ശേഷം ഏകദേശം 15 വർഷമായിട്ട് ഞാൻ കാണുകയാണ്. മഴക്കാലം ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഈ മഴക്കാലം തുടങ്ങുന്നതിനോട് അനുബന്ധിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറേ മുന്നൊരുക്കങ്ങളുണ്ട്. അക്കൂട്ടത്തിലൊന്ന് ഞങ്ങൾക്ക് ഇതുണ്ട്. കുറെ ഇതൊക്കെ പിന്നെ മുഖം കെട്ടുന്ന സാധനങ്ങൾ, മാസ്ക്, ഇതൊക്കെ വാങ്ങണം. ഒരുക്കപ്പാടാണ്. മഴക്കാലം തുടങ്ങിയാൽ വലിവങ്ങോട്ട് തുടങ്ങും. പിന്നെ ഇങ്ങോട്ട് വലിയും, നന്നായിട്ട് വലിയും. ഞാൻ വീട്ടിലുണ്ടാവില്ല, മകള് സ്കൂൾ പോകും. ഇവൾ ഒറ്റക്ക് മാത്രമാണ് വീട്ടിൽ. എനിക്ക് പോയ സ്ഥലത്തൊക്കെ വലിയ ആദ്യമാണ് ഇതെന്താവും എന്നുള്ളത്. ഏത് സമയത്താണ് ഇത് വരിക എന്ന് പറയില്ല. ഒരു തരിപ്പൊടി ഈ പഞ്ചായത്തിലൂടെ കടന്നു പോയാൽ എൻ്റെ വീട്ടിൽ ആസ്മ വലിവുണ്ടാവും. അതാണ് ഭീകരമായ അവസ്ഥ. ബയോട്ടോറിയം അത് മാറ്റി തന്നു. അതാണ്. അപ്പൊ മഴക്കാലം കഴിഞ്ഞു. ഒരു മഴക്കാലം വന്നാൽ മഴക്കാലം, തണുപ്പ് തുടർന്ന് വരികയാണ് മഞ്ഞുകാലം. ഏകദേശം 6 മാസം മഴയും മഞ്ഞും തണുപ്പ് കാലമാണ് നമുക്ക്. ഈ 6 മാസം എൻ്റെ വീട്ടിൽ ഈ വലിവാണ്. എല്ലാ ദിവസവും ഒന്നില്ല, ചില സമയങ്ങളിൽ. പക്ഷെ ഏത് സമയത്തും നമ്മൾ ഇത് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് കിടത്ത് പ്രയാസപ്പെട്ട് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണം. അല്ല അതും കൊണ്ട് തലയിൽ കെട്ടി ഭാണ്ഡം കൊണ്ട് നടക്കും പോലെ അല്ലെ മനസ്സിൽ പേര് നടക്കണം, ജീവിക്കണം. ഒരു മഴക്കാലം കഴിഞ്ഞു. ആദ്യമായിട്ട് ബയോട്ടോറി ഉപയോഗിച്ചതിന് ശേഷം ഒരു മഴക്കാലം കഴിഞ്ഞു, മഞ്ഞുകാലം തുടങ്ങി. ഈ 3 മാസത്തിനിടക്ക്, 3 മാസമല്ല, ഏകദേശം ഒരു 5-6 മാസത്തിനിടക്ക് ഇതുവരെ എൻ്റെ ഭാര്യ ഷൈനി, നമ്മുടെ ഇയാട്ടെ സ്ട്രോക്ക് വന്ന് എഴുന്നേറ്റ് നടന്ന 10 വർഷം കിടപ്പിലായിട്ട് എണീറ്റ് നടന്ന ശ്രീധരേട്ടൻ പറയുന്നത് പോലെ അദ്ദേഹം അയാളുടെ ഭാര്യയുടെ പേര് എടുത്തു തന്നെയാണ് എല്ലാ വേദികളിലും പറയാറുള്ളത്. അതുപോലെ ഞാൻ പറയാണ്, എൻ്റെ ഭാര്യ ഷൈനിക്ക് പിന്നെ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് വലിവ് എന്ന് പറയുന്ന ഒരു പ്രയാസമേ. പിന്നെ ഒരുപാട് ശ്രദ്ധ വേറെ ഉണ്ട്.
നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനോടൊപ്പം മുമ്പ് പിന്നെ തുടർന്ന് വരുന്ന ശ്രദ്ധ അങ്ങനെ തന്നെയുണ്ട്. ലെവലേശം വലിവില്ല. ഇനി അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്ക് ആ സമയത്ത് പറയും. നിലവിലുള്ളതാണ് പറയുന്നത്. ഈ സ്പോട്ടിൽ ഈ സെക്കൻഡ് വരെയുള്ളതാണ്. പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങൾ കൂടുകയാണ്. എന്റെ വീട്ടിലുണ്ടായിട്ടുള്ള അത്ഭുതമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. പിന്നീട് അത്ഭുതം അങ്ങോട്ട് കൂടുകയാണ്. ഇയാളുള്ള ഞാൻ ഇപ്പോൾ പരാമർശിച്ച ശ്രീധരേട്ടൻ, 74 വയസ്സുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീധരേട്ടൻ, പാർക്കിൻസൺസ് രോഗത്തിന് പിന്നെ അത് ബാധിച്ചിട്ട് പ്രയാസപ്പെടുന്ന ഒരവസരം, അതിന്റെ ചികിത്സ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാണ്. വലതുഭാഗം കൈയും കാലും 24 മണിക്കൂറും ഒരു വെളിച്ചപ്പാടിനെ പോലെ ഇങ്ങനെ വറക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഗതികേട് ആലോചിച്ചു. ഈ ഘട്ടത്തിലാണ് ഞാൻ ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ വേണ്ടത് എന്ന് ചിന്തിച്ചു പോകുന്നത്. അത്രയും നിസ്വാർത്ഥ സേവകനായിട്ടുള്ള ഒരു വ്യക്തി, സഹൃദയൻ, സഹാനുഭൂതി, സഹാനുകമ്പ ഉള്ള ഒരാള്, സഹജീവികളോട് അനുകമ്പ ഉള്ള ഒരാള്, സരസൻ, നല്ല വായനാശീലം, നല്ല പ്രസംഗകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സമൂഹത്തിന് വേണ്ടി തന്റെ ജീവിത ഉപാധി എന്നുള്ള ഒരു ജോലിക്ക് പുറമെ നീക്കിവെച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ ഗതികേടുണ്ട്. തുടർന്ന് പിന്നീട് ഉണ്ടായത് അതിലും വലിയൊരു ഗതികേട്. ഇടതുഭാഗം പൂർണ്ണമായും തളർന്നു പോയി. ഇടതുഭാഗം പൂർണ്ണമായും തളർന്നു പോയിട്ട് സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയിലേക്ക്. ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. 10 വർഷം ചികിത്സിച്ചു. 22 ഏകദേശം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് 22 ലക്ഷം രൂപ ചെലവഴിച്ചു. വലിയ പുരോഗതി ഒന്നും ഉണ്ടായില്ല. അലോപ്പതിയാണ്, വലിയ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ആരോ പറഞ്ഞറിഞ്ഞു കരുമലയിലെ ഒരു മഹാമനീഷിയായിട്ടുള്ള ഒരു പുരുഷോത്തമനുണ്ട്, അത്ഭുത സിദ്ധിയുള്ള ഒരാളാണ് എന്ന്. ഇങ്ങനെയാണല്ലോ ചില ആളുകളെ കുറിച്ച് നമ്മൾ പ്രഖ്യാപിക്കുക. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലപ്പുറം ഉള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ദൈവം എന്ന് വിളിക്കും, മഹാമനീഷി എന്ന് വിളിക്കും, സിദ്ധൻ എന്ന് വിളിക്കും, ഇതൊക്കെ വിളിക്കും. ഒക്കെ സൂചകമായിട്ടുള്ള പേരാണ്. അതെ, ചന്ദ്രമാഷ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. പിന്നെ ഞാനിവിടെ നിർത്തുകയാണ്. ശ്രീധരേട്ടന്റെ അനുഭവം, ശ്രീധരേട്ടൻ ഇപ്പോൾ അയാളുടെ മുറ്റത്തൂടെ, തൊടിയിലൂടെ, വീട്ടിലൂടെ ഒക്കെ നടക്കുകയാണ്. പിന്നെ സോറിയാസിസ് ബാധിച്ച് ഒരു എന്റെ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചി, ഒരു 50 വയസ്സുള്ള ഒരു ചേച്ചി 33 വർഷമായിട്ട് പിന്നെ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർക്ക് ക്യാൻസർ ഒക്കെ വന്നു പോയി. പിന്നെ ആരോഗ്യം വളരെ ശുഷ്കിച്ചു പോയി. 13 തരം ഗുളികകൾ ദിനേന കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് അവര് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും സോമനസാല വാങ്ങി ഉപയോഗിക്കുകയും ഇപ്പോൾ 3 മാസമായിട്ട് യാതൊരു ഗുളികയും ഇല്ലാതെ 13 തരം ഗുളികയും നിർത്തി പൂർണ്ണ ആരോഗ്യവതിയായി എല്ലാതരം വീട്ടുജോലികളും ചെയ്തുകൊണ്ട് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അവർ സസന്തോഷം ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച കൂടി ഈ അവസരത്തിൽ, റിസൾട്ട് പറയുന്ന ഒരു അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. സമയം കഴിഞ്ഞു എന്ന് തന്നെയാണ് ചന്ദ്രമാഷ് പറയുന്നത്. ചന്ദ്രമാഷെ എന്താണ്? അതെ സർ, സമയം അതിക്രമിച്ച് അടുത്ത ദിവസം നമുക്ക് വീണ്ടും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ക്ഷമാപണത്തോടു കൂടി ഞാൻ പരിധി വിട്ടുപോയെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അനുഭവം പറയുമ്പോൾ പുതിയ ആളുകൾക്ക് ഇതൊരു നല്ലൊരു അനുഭവമാകട്ടെ, പ്രചോദനമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി, ആശംസ. ഭാവിയിൽ ഈ ബയോട്ടോറിയം ഒരു സാമൂഹ്യ പ്രവർത്തനം പോലെ, ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ജീവിതോപാധി എന്നുള്ള നിലക്ക് ഒരു വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി, ഒരു സൽക്കർമ്മം പോലെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ, മുന്നേറാൻ വേണ്ടി ഈ അവസരത്തിൽ പുതുതായി എന്നെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും, നിലവിലുള്ള ആളുകൾക്കും കൂടുതൽ പ്രചോദനം എന്നുള്ള രൂപത്തിൽ ഞാൻ എൻ്റെ ഈ അനുഭവം പങ്കുവെക്കുകയാണ്. ആർക്കെങ്കിലും വിരസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു കുടുംബാംഗം എന്നുള്ള നിലക്ക് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലുള്ള മുഴുവൻ സീനിയേഴ്സിനോടും, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന വിശിഷ്യ ചന്ദ്രമാഷിനോടും, എന്നെ മുന്നോട്ട് നയിക്കുന്ന നിരവധി ആളുകളോടും
എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടും എനിക്ക് ബുദ്ധിയും വിവരവും വിവേകവും രണ്ടും ഒന്നാം തോന്നും തന്നുകൊണ്ടിരിക്കുന്ന ആളുകളോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ തൽക്കാലം വിടവാങ്ങുകയാണ്. വീണ്ടും നിങ്ങളെ സന്തോഷിപ്പിക്കാനും മുഷിപ്പിക്കാനും ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ശരി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നല്ലൊരു വിഭവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നുള്ള കരിമല സ്വദേശി ബാലുശ്ശേരി പുരുഷ സാറിന് ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇന്ന് മനോജ് സാറ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്ത് അയാള് യാത്രയിലാണ്. അതുകൊണ്ട് ക്ലോസിംഗ് സെഷൻ ഇന്ന് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നു. ഒരിക്കൽ കൂടി പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നു ഒരാള്. എന്തെങ്കിലും രണ്ടുപേരും കൂടി കൂടെ ഞാൻ വേറൊരു പാട്ട്. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിനെ വരികൾ ഓർമ്മയില്ല, ക്ഷമിക്കുക. വെള്ളിച്ചാമരം സ്വർണ്ണച്ചാമരം എങ്ങാനാണ്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പാട്ട് കുറെ കാലമായിട്ട് പാടാത്തതുകൊണ്ട്, പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലക്ക് ഇതിന്റെ ഒരു പരാജയമാണ്, ക്ഷമിക്കുക. ഇനി നമ്മുടെ മീറ്റിംഗിൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരു പാട്ട് എന്തായാലും ഞാൻ പാടിത്തരും, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അടുത്ത ഒരു ഇതുപോലുള്ള മീറ്റിംഗിൽ ഞാൻ പാടുന്നതായിരിക്കും. പെട്ടെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് വരികൾ, ഒരു ഓർമ്മ തെറ്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, ഇല്ലാത്തത് കൊണ്ടാണ്. സദയം ക്ഷമിക്കുക. ശരി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.